ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഭവിൻ വ്ളോഗ്സ്. ഇന്ന് നമുക്ക് പാസ്ത മാക്രോണി എന്നൊക്കെ പറയും. അപ്പോൾ ആ സാധനം കൊണ്ടൊരു ഒരു നല്ലൊരു അടിപൊളി പാസ്ത ഉണ്ടാക്കിയാലോ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒരു ചീനച്ചട്ടിയിലോ എന്തിലേക്ക് ഒരു പാത്രത്തിലെടുത്തിട്ട് അതിലേക്ക് ആ പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് എണ്ണ, ഞാനിവിടെ വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചിരിക്കുന്നത്. ഒരു ടീസ്പൂണോളം മതിയാവും. അതോടെ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള അത്രയും എമൗണ്ട് പാസ്ത ചേർത്ത് കൊടുത്തിട്ട് അതിനെ അവിടെ ഒരു 1/4 വേവ് വേഗം വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാനൊരു 2 മീഡിയം സൈസ് സവാളയും 2 മീഡിയം സൈസ് തക്കാളിയും നല്ലപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടത്, ഒരു പാത്രത്തിൽ പിന്നെയും എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാളയും പിന്നെ ആ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റോട് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് വഴലണം കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ഒന്ന് വഴന്ന ശേഷം അതിലേക്ക് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് അതവിടെ നല്ലപോലെ ഒന്ന് വഴലട്ടെ. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ളത് മുളക് പൊടി, ഗരം മസാല, അതുപോലെ തന്നെ കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മിച്ചം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മിച്ചം ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മിച്ചം കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ മസാലയായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് ഈ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലപോലെ വഴറ്റുകയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി നല്ലപോലെ വരണം കേട്ടോ. അങ്ങനെ വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം മതി കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഈ മസാലയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉപ്പും ചേർത്ത് കൊടുത്ത് അത് അവിടെ കിടന്നത് നല്ലപോലെ ഒന്ന് വെട്ടി ഒരു തിളയൊക്കെ വരും. തിളച്ച് അതിൻ്റെ ആ കളറൊക്കെ നല്ലൊരു അടിപൊളി കളറൊക്കെ വരുന്ന സമയത്ത് അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് അതൊരു 1.5 ടീസ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് മധുരമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന എരിവിനൊക്കെ കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കേട്ടോ. പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിലേക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ മല്ലിയില അതും കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇപ്പം നമുക്ക് നമ്മുടെ പാസ്തയുടെ ഒരു ബേസ് എന്നൊക്കെ പറയാം. അതായത് അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ അരപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി ആ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇത് ഞാനിവിടെ പാസ്ത അത് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനത് ഒരു തുളയുള്ള പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു. അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം പോയിട്ട് നല്ല കറക്റ്റായിട്ട് എടുക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ അത് വാർത്ത് കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ പോവും. അതുകൊണ്ട് നല്ല ഈ തുളയുള്ള പാത്രത്തിൽ ഇച്ചിരി അത്യാവശ്യം വീതിയുള്ള തുളയുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് മിക്സാക്കി കൊടുത്ത് നോക്കുകയൊക്കെ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇനി കുറച്ചും കൂടി വേണമെങ്കിലും മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് എന്താ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ അത്രയില്ല, ഒരു 1/4 ടീസ്പൂൺ സോയ സോസ് ആട്ടോ, ഡാർക്ക് സോയ സോസാണേ. അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി നോക്ക്. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ല അടിപൊളിയായി വന്നു. അത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ ഒരു സോസ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു സോസ് ഉണ്ടല്ലോ, അത് എല്ലായിടത്തും എത്തുന്ന പോലെ നല്ലപോലെ ഇളക്കി അതെല്ലായിടത്തും എത്തിയ ശേഷം ഇതാ നല്ല ചൂടോടെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാസ്ത റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി സ്പൈസി ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം എരിവ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ രാത്രിയിലോ അല്ലെങ്കിൽ 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാസ്തയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എരിവാണെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ചെയ്യാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.